ലോകത്തിൽ നിനക്ക് വിലയില്ലായിരിക്കാം, കൂട്ടുകാരുടെ മുമ്പിൽ നിനക്ക് യാതൊരു വിലയില്ലായിരിക്കാം, ബന്ധുക്കളുടെ ഇടയിലും ചർച്ചക്കാരുടെ ഇടയിലും ആരുടെ ഇടയിലും നിനക്ക് വലിയ വിലയൊന്നും കാണത്തില്ല. പക്ഷെ ഞാൻ പറയുന്നു, സ്വർഗം നോക്കിയിട്ട് പറയാം, നീ വിലയേറിയവനാ, നീ വിലയേറിയവനാ. ഏത് വില? രണ്ടാമത്തെ കാര്യം പറയാം, നീ ഏറ്റവും മാന്യനാ, ഏറ്റവും മാന്യനാ. രണ്ട് കാര്യം പറയുമ്പോൾ നമുക്ക് സന്തോഷം. വിലയേറിയതാണ്, മാന്യനാണ്. പക്ഷെ ആരുടെ മാന്യത? അത് തിരിച്ചറിയുമ്പോഴാ വെറുതെ ഇരിക്കാൻ പറ്റാതെ വരുന്നത്. എന്നറിയോ? ക്രിസ്തുവിലുള്ള മാന്യത, ക്രിസ്തുവിന്റെ മാന്യതയാ അവൻ എനിക്ക് നിങ്ങൾക്ക് തന്നെ. ലോകം നൽകുന്ന മാന്യതയല്ല, വിദ്യാഭ്യാസത്തിന്റെ അല്ല, കഴിവിന്റെ അല്ല, അവൻ കുടുംബത്തിന്റെയോ കുടുംബ ശ്രേഷ്ഠതയുടെ അല്ല, പിന്നെയോ ഈ സൃഷ്ടാവിന്റെ മാന്യത അവൻ എനിക്കും നിങ്ങൾക്കും നൽകുക. പ്രൈസ് ഗോഡ്. ആ കർത്താവിനെ ഒന്ന് രുചിച്ചറിയുന്ന കാര്യമാണ് ഇപ്പൊ രാവിലെ പാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ അത് ഞാൻ തിരിച്ചറിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പാടുന്നത് മറ്റൊന്നുമല്ല, അങ്ങാണ് എൻ്റെ എല്ലാം, അങ്ങാണ് എൻ്റെ എല്ലാം, അങ്ങാണ് എൻ്റെ എല്ലാം, അങ്ങാണ് എൻ്റെ എല്ലാം, അങ്ങ് മാത്രമെല്ലാം, അങ്ങ് മാത്രം. പ്രൈസ് ഗോഡ്. എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, പെന്തക്കോസ്തുകാർക്ക് എവിടെയെങ്കിലും പാട്ട് കേട്ട ഉടനെ കൈ കൊട്ടുന്നു, അവർ ചാടുന്നു, തുള്ളുന്നു. എൻ്റെ പൊന്നു കുഞ്ഞ്, നിനക്കത് ചാട്ടം എന്നാന്ന് മനസ്സിലാവത്തില്ല. ഇവര് കൈയടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മനസ്സിലാവത്തില്ല. കാരണം എന്താണെന്നറിയാം, കിട്ടിയത് ഓർക്കുമ്പം അറിയാതെ ചാടിപ്പോകും. കാരണം കിട്ടാൻ ഒരു പ്രതീക്ഷ ഇല്ലാത്തതാ കിട്ടിയത്. ഞാൻ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന എന്തിനാണെന്നറിയാം? ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഞാൻ അഭിമാനിക്കുന്ന എന്തിനാണെന്നറിയാം? ക്രിസ്തുവിന്റെ ഒരു പ്രതിനിധിയായിട്ട് ഈ ലോകത്തിൽ ആയിരിക്കാൻ കഴിഞ്ഞതിനേക്കാൾ വലിയൊരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഇല്ല. ഏറ്റവും വലിയ സന്തോഷം എനിക്കതില്ല. അവന് പകരക്കാരനായി, ആമേൻ, ഞാനും നിങ്ങളും അവന് പകരക്കാരാ. അല്ലാതെ പ്രിൻസിന് പകരക്കാരായിട്ട് ഒരാളെയും തെരഞ്ഞെടുക്കുന്നില്ല. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ശുശ്രൂഷകന് പകരക്കാരനായിട്ട് നിങ്ങളെ അവൻ തെരഞ്ഞെടുക്കുന്നില്ല. നിങ്ങളെ അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നുമില്ല. പിന്നെയോ അവൻ വിളിക്കുന്നത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി, ക്രിസ്തുവിന് പകരക്കാരനായി നിൽക്കുവാൻ വേണ്ടിയാ എന്നെയും നിന്നെയും വിളിച്ചതെങ്കിൽ എന്റെ പൊന്നു കുഞ്ഞെ, നിന്നിലൂടെ ക്രിസ്തു വെളിപ്പെടട്ടെ. ക്രിസ്തു വെളിപ്പെടട്ടെ. ക്രിസ്തു, വേറെന്താ വെളിപ്പെടാനുള്ള? എന്താ എന്റെ വിളി? എന്തിനാ എന്നെ തെരഞ്ഞെടുത്തേ? എന്തിനാ വിളിച്ചേ? എന്തിനാ എന്നെ തെരഞ്ഞെടുത്തേ? ഇന്ന് രാവിലെ എല്ലാവരും ഒന്ന് ചോദിച്ചേ, കർത്താവേ നീ എന്തിനാ? ഒരു നല്ല പള്ളി ഉണ്ടായിരുന്നു, ഒരു നല്ല ആലയം ഉണ്ടായിരുന്നു, അതിന്റെ അകത്ത് നീ എന്നെ വിളിച്ചിറക്കി. എനിക്കൊരു നല്ല കുടുംബം ഉണ്ടായിരുന്നു, ആ കുടുംബത്തിൽ നിന്ന് നീ എന്നെ വിളിച്ചിറക്കി. ആമേൻ. നാട്ടുകാരുടെ മുമ്പിലും ആമേൻ കൂട്ടുകാരുടെ മുമ്പിലും ഞാൻ ഇന്നൊരു പരിഹാസമാ. നീ എന്തിനാ എന്നെ വിളിച്ചിറക്കിയേ? എല്ലാവരും ഇന്ന് ചോദിച്ചേ. ആമേൻ. ഇതുവരെ ചോദിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ കർത്താവിനോട് ചോദിക്കാം, കർത്താവേ നീ എന്തിനാ എന്നെ വിളിച്ചേ? നീ എന്തിനാ എന്നെ വേർതിരിച്ചേ? നീ എന്തിനാ എന്നെ ഇവിടെ ആക്കി വെച്ചേ? ആ ചോദ്യം ചോദിക്കുന്നവരോട് കർത്താവിന് ഒരൊറ്റ കാര്യം പറയാനുണ്ട്. മോനെ, നീ എന്നെ വെളിപ്പെടുത്തുന്നവനാകണം. നീ ഈ ലോകത്തിന്റെ മുമ്പിൽ നീ എന്നെ വെളിപ്പെടുത്തണം. നിന്നിലൂടെ ഞാൻ വെളിപ്പെടണം. ഇതാ നിന്റെ വിളി, ഇതാ നിന്റെ വിളി. ഇതിനായിട്ടാ നിന്നെ തെരഞ്ഞെടുത്ത. ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാ നിന്നെ അവൻ തെരഞ്ഞെടുത്തത്. ഇതറിയുമ്പോഴാ സന്തോഷം വരുന്നത്. ഇതറിയുമ്പോഴാ സന്തോഷം.
Lord. Oh, shekeri atere ko shamana turi pavashatere ka. Elam toro komani di atere ya satura kada. Elavashature keri atere le ko shotomani di atere. Ramana si atere atura baravashatara katera. Rivaro shokomani atere arege shikoro komana ranteri atere di gada sharada. Roko shokoro dini antere ke shekeni anterera. Lokomodo roko dini antere ke shekeni antere le ko shokona baratsiri antere. Lokomona raga dini antere ke shokomono rodoro bare bare bashi antere re tere. Rakamana raga dere ne ke shi antere re ke sharade na dira. Lokomono roko dini antere ke shekeri antere la. Rida mana raga shekeri antoro lokomono rodoro rogodoro rebiri anterera. Rika mana raga diri antere re shiata manatera. Lokomono rokori bini antere ke shiara toradera. Ramana hadiri ga daga siata radera. Lokomono rodiri antere ke shatara. Lamta baba shakamana raduri antere. Harakamana sokoro rotere. Rida mana rabashia tere riantere ke chokomono rotiri antere. Dira bana ke shantere le komono rotiri diri antere. Lam tere ke shia tere gapera. Lomana gadere sia tanan tere dera. Rida mana ke shia tere gatara rabashia tere antere. Lokomono rotiri antere dera. Rita mana beraga shatere. Shikapara shokomo. Lovarasya. ഒരു നിമിഷം ശ്രദ്ധിച്ച്. കർത്താവ് എന്നെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. അത് ഞാനങ്ങ് നിങ്ങളോട് പറയാം. പൊന്നുകുഞ്ഞെ കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഇവിടെ ഒരു പാട്ടൊക്കെ പാടി പ്രിൻസ് കുറച്ച് ദൈവവചനമൊക്കെ പറഞ്ഞ എല്ലാവരും കൂടി ഒന്ന് ചാടിച്ച് തുള്ളിച്ച് കൈയടിച്ച് വിടുന്ന പരിപാടി അല്ല ഇത്. ഇന്ന് രാവിലെ സ്വർഗം പറയുന്ന കാര്യം എന്നാണെന്നറിയോ? ആമേൻ. പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ, ശ്രദ്ധിച്ചു കേൾക്കണം. ആ അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയപ്പം അദ്ദേഹം ഇങ്ങനെ എഴുതി. എന്താ എഴുതിയിരിക്കുന്നറിയോ? അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകേണ്ടതിന് ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കും. അപ്പോസ്തലനായ പൗലോസ് ഒരു പ്രാർത്ഥന ആവശ്യപ്പെടുവാണ് എഫെസോസുകാരോട്. പക്ഷേ അതിൻ്റെ അകത്ത് താൻ ആരാണെന്ന് അങ്ങ് വെളിപ്പെടുത്തുക. ഞാനൊരു സ്ഥാനാപതിയാണ്, സ്വർഗത്തിന്റെ അംബാസിഡറാണ്. എന്നെ അയക്കുന്ന സ്ഥാനത്ത് ഞാൻ പോയി നിൽക്കുന്നത് സ്വർഗത്തിന്റെ സ്ഥാനാപതിയായിട്ട് നിൽക്കുകയാണ്. ഇന്ന് രാവിലെ കർത്താവ് എന്നോട് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. അത് പറയാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞു. ഒരു വലിയ വെളിപ്പാട് പ്രാപിച്ച പൗലോസ് അപ്പോസ്തലൻ ആ വെളിപ്പാടിൽ എഴുതി വെച്ചു, ഞാൻ സ്വർഗത്തിന്റെ സ്ഥാനാപതിയാണെന്ന്. അവൻ ഇന്ന് രാവിലെ എനിക്ക് ലഭിച്ച വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത് ഏതെങ്കിലും കുറച്ച് ആളുകളുടെ ഒരു സമ്മേളനമല്ല. ആമേൻ. വിവിധ സ്ഥലങ്ങളിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന സ്ഥാനാപതികളായിട്ടുള്ള, അതെ, ഒരു വലിയ അംബാസിഡർമാരുടെ ഒരു കൂട്ടം, ആമേൻ, ഒരു ആലോചന യോഗം ഇന്ന് കമ്പാനിയൻസ് ക്ലബിൽ പിറവത്ത് കൂടിയിരിക്കുക. ആമേൻ. സ്വർഗത്തിന്റെ പ്രതിനിധികളാ നിങ്ങൾ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ദേശത്തെ സ്വർഗത്തിന്റെ പ്രതിനിധികളാണ് നിങ്ങൾ. അവരാ ഇന്ന് കമ്പാനിയൻസ് ക്ലബിൽ കൂടിയിരിക്കുന്നേ. ആ ഒരു വെളിപ്പാട് കാണാൻ കഴിയുന്നുണ്ടോ? എന്താ വെളിപ്പാട്?
മറഞ്ഞിരിക്കുന്ന ചിലതിനെ മറഞ്ഞിരിക്കുന്ന ചിലതിനെ വെളിപ്പെടുത്തി കിട്ടുക. മറഞ്ഞിരിക്കുന്ന ചിലതിനെ വെളിപ്പെടുത്തി കിട്ടുക. എന്റെയും നിങ്ങളുടെയും പൊസിഷൻ മാറുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ ആള് മാറുന്നത്. അയ്യോ ലോക പ്രശസ്ത സുവിശേഷകൻ ഡാഷ് 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 അല്ല, അത് ലോകം നൽകുന്ന അംഗീകാരമാണ്. ആമേൻ. അതിനേക്കാളും വലിയ അംഗീകാരം ലഭിച്ച ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് രാവിലെ കമ്പാനിച്ച് വന്നിരിക്കുന്നതെന്ന്. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നലെ വരെ നീ ചിറ്റേത്തുപാറയിലെയാ, ഇന്നലെ വരെ നീ എടപ്പാട്ടയാ, ആമേൻ. ഇന്നലെ വരെ നീ ആമേൻ ഇന്ന സ്ഥലങ്ങളിലെയാ, ഇന്ന വീട്ടുപേരിലെയാ, ആമേൻ. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ പറയുന്നു, നിന്റെ വീട്ടുപേര് മാറി, നിന്റെ വീട്ടുപേര് മാറി, നിന്റെ സ്ഥാനപ്പേര് മാറി. എന്നിട്ടോ അവൻ നിനക്കൊരു പുതിയ പേര് തന്നു, അവൻ നിന്നെ തിരഞ്ഞെടുത്തു. അത് വേറൊന്നുമല്ല, നിന്റെ വീട്ടുപേര് മാറി. ആമേൻ. വീട്ടുപേര് മാറിയിട്ട് അവൻ വിളിക്കുന്നത് സ്വർഗം നിട്ടിരിക്കുന്ന നിന്റെ പേരില. ഇതിന്റെ പേരല്ലേ തിരഞ്ഞെടുപ്പ്, ഇതിന്റെ പേരല്ലേ തിരഞ്ഞെടുപ്പ്. അവൻ നിന്റെ വീട്ടുപേര് മാറ്റുക, അവൻ നിന്റെ സ്ഥാനം മാറ്റുക, നിന്റെ അധികാരം മാറ്റുക. ഈ വെളിപ്പാട് പ്രാപിക്കുമ്പോഴാ, ആമേൻ, ഈ വെളിപ്പാട് പ്രാപിക്കുമ്പോഴാ പൗലോസിനെ പോലെ ഓടാൻ പറ്റുന്നത്. എല്ലാരും ചോദിക്കുന്ന കാര്യമുണ്ട്, എങ്ങനെയാ ഇങ്ങനെ ഓടാൻ പറ്റും? അയ്യോ കുഞ്ഞ്, ഇങ്ങനെ എങ്ങനെ ഓടാൻ പറ്റുന്നേ? പൗലോസിനോട് ചോദിച്ചാ പൗലോസ് പറയും, എന്റെ പൊന്നു മോനെ, നിനക്കറിയാവോ എന്റെ പേര് മാറി. ആമേൻ. പക്ഷേ അതിനേക്കാളും വലിയൊരു സാധനം എന്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തുടങ്ങി. ഇത് വെളിപ്പെടുത്തിയപ്പോ എനിക്ക് മനസ്സിലായി, അയ്യോ PhD കൊണ്ട് കിട്ടാത്ത സാധനം ദേ വെളിപ്പെടുത്തി വരുന്നു. പിന്നെയാണ് അവന്റെ പുറകെ അങ്ങ് പോയ പോരെ. പൗലോസിനോട് ചോദിക്കുമ്പോ പൗലോസ് പറയും, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്തിന്റെ പേരിലാണ്? സ്വർഗത്തിന്റെ സ്ഥാനാപതിയായി എന്നെ അയക്കുന്ന സ്ഥലങ്ങളിൽ പോകുന്നതാ എനിക്ക് ഏറ്റവും വലിയ കാര്യം. Praise God. അങ്ങനെ വരുമ്പോഴാ, ആമേൻ, തിരിച്ചറിഞ്ഞോണോ? അങ്ങനെ വരുമ്പോഴാ ദൈവമക്കൾ എന്തായി മാറുന്നതെന്നറിയോ? ഒന്നായി മാറുന്നേ. ദൈവമക്കൾ ഒന്നായി മാറുന്ന അന്നേരാ. അതുവരെ മാറത്തില്ല. കാരണം അതുവരെ എന്നാന്നറിയോ? ഞാൻ ഇന്നടത്തെയാ, ഞാൻ ഇന്നടത്തെയാ. എന്റെ പൊസിഷൻ എന്നാന്നറിയാവോ? ഞാൻ ഏത് കുടുംബത്തിലെയാണെന്നറിയാവോ? അതുകൊണ്ട് യേശു കർത്താവ് ഒരു പണിയങ്ങ് ചെയ്തു. അല്ല, അവന്റെ സർവജ്ഞാനത്തിൽ അവനൊരു കാര്യം ചെയ്തു. പാവപ്പെട്ടവനും, അവൻ വീടില്ലാത്തവനും, വഴിയരികി കിടക്കുന്നവനും, ചെറ്റക്കുടിലിൽ കിടക്കുന്നവനും, കൊട്ടാരത്തിൽ താമസിക്കുന്നവനും, ആമേൻ, എത്ര ഉയർന്ന പൊസിഷൻ ഉള്ളവനും, ആമീൻ, പ്രവേശനം നൽകുവാൻ വേണ്ടി അവൻ ഒരൊറ്റ കാര്യം വെച്ചു. അത് മറ്റൊന്നുമല്ല, അവന്റെ ക്രൂശീകരണത്തിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമുള്ളൂ. Praise God. എല്ലാം മാറിയില്ലേ? അപ്പൊ എല്ലാം മാറ്റിയല്ലേ? കാരണം എന്നാ? അയ്യോ, സഭയിൽ പോയ അടുത്തിരിക്കാൻ മടി. സഭയിൽ പോയ അടുത്തിരിക്കാൻ മടി. ആമേൻ. വെള്ളം കൊണ്ട് തന്ന മേടിച്ച് കുടിക്കാൻ മടി. ഭക്ഷണം കഴിക്കാൻ മടി. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം തമ്പുരാൻ എടുത്ത് കളഞ്ഞായിരുന്നു. എന്റെ തമ്പുരാൻ 2000 വർഷം മുമ്പേ അത് എടുത്തു കളഞ്ഞു. അതെ, വേർപാടിന്റെ നടുച്ചുവരവനെ ഇടിച്ചു കളഞ്ഞതാ. പക്ഷെ ഇന്ന് ഞാൻ നീയും വേർപാട് കെട്ടിക്കൊണ്ടിരിക്കുക.
വേർപാടിന്റെ നടിച്ചുകുരൊക്കെ അവനെ ഇടിച്ചങ്ങ് കളഞ്ഞിട്ട് അമ്മേ, അതാ ഞാൻ പറഞ്ഞേ, അമ്മീൻ എല്ലാം മാറ്റി വെച്ച് അവൻ പറയുന്ന ഒരൊറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, മോനെ നീ എവിടെ ജനിച്ചാലും കുഴപ്പമില്ല, നീ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണ് നിനക്ക് രക്ഷയാണ്. അങ്ങനെ വന്നപ്പോഴാ സഭയ്ക്കകത്ത് കയറിയത് എല്ലാവരും ഏക ഹൃദയവും ഏക മനസ്സും ഒക്കെ ഉള്ളവരായിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ? ഇതാ അടുത്ത വെളിപ്പാട്. ഇതാ അടുത്ത വെളിപ്പാട്. ഒന്ന്, എന്റെ പൊസിഷൻ അവൻ മാറ്റി. ഇപ്പൊ ഞാനിപ്പോ അറിയപ്പെടുന്നത് എന്റെ കർത്താവിന്റെ പേരിലാണ്. നിങ്ങൾ അറിയപ്പെടുന്നത് കർത്താവിന്റെ പേരിലാണ്. ഇതാ നമ്മളെ മാറ്റുന്നത്. സ്തോത്രം. നമ്മളെ മാറ്റുക. കർത്താവിന് വേണ്ടത് വെളിപ്പാട് പ്രാപിച്ച ചിലതിനാ. ഏത് വെളിപ്പാടാ? അവൻ ഏത് വെളിപ്പാടാ? എന്റെ മുമ്പിൽ നിൽക്കുന്നയാളെ വിവേചിക്കുന്ന വെളിപ്പാടല്ല. ആമേൻ. സ്വർഗം നിനക്ക് നൽകിയ വെളിപ്പാട് പ്രാപിച്ച ചിലതിനെയാ ഇന്ന് രാവിലെ അവൻ ആവശ്യം. ആ വെളിപ്പാട് പ്രാപിച്ച ഒരു കൂട്ടത്തെയാ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് പകലിൽ അങ്ങ് ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റിക്കൊണ്ടിരിക്കുക. വിശ്വസിച്ചവരുടെ കൂട്ടം ഇന്ന് സ്വർഗം ഒരു പുതിയ വെളിപ്പാട് നിങ്ങൾക്ക് കൈമാറണം. അത് ഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. സ്വർഗം ഇന്ന് പകലൊരു പുതിയ വെളിപ്പാട്, പുതിയതല്ല, മറഞ്ഞിരുന്ന, നിനക്ക് മറഞ്ഞിരുന്ന ചിലത്. നിനക്ക് മറഞ്ഞിരുന്നേ ഉള്ളൂ. വ്യക്തമായി ഞാൻ പറയുന്നു, നിനക്കത് മറഞ്ഞിരുന്നേ ഉള്ളൂ. ഇന്ന് പകലിൽ കമ്പാനിയൻസ് ക്ലബിന്റെ അകത്ത് കയറ്റി ഇരുത്തിയിട്ട അത് നിനക്ക് വേണ്ടി മാത്രം ഇന്ന് പകൽ അവൻ മറ നീക്കി നിനക്ക് വേണ്ടി അത് വെളിപ്പെടുത്തി തരിക. നീ ആരാ? നീ സ്വർഗത്തിന്റെ സ്ഥാനാപതിയാ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞേ, കർത്താവേ, നിനക്ക് എന്നോട് ഇന്ന് പകലിൽ പ്രസാദം തോന്നിയതിനായി സ്തോത്രം. കർത്താവേ, നിനക്ക് എന്നോട് പ്രസാദം തോന്നിയതിനായി, അതെ, ഇത് വെളിപ്പെടുത്തി നൽകുവാൻ അങ്ങേക്ക് എന്നോട് പ്രസാദം തോന്നിയതിനായി സ്തോത്രം. ഇതിൽ നിലനിൽക്കാൻ ഒരു കൃപ നൽകണമേ കർത്താവേ. ഈ ജനത്തിന് വേണ്ടി അടിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിനൊരു വലിയ വെളിപ്പാട് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഈ വെളിപ്പാടിൽ ഓടുവാനുള്ള കൃപ കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. എല്ലാ നിലയിലും ഈ വെളിപ്പാടോടുകൂടി ഓടുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ. അതിനുള്ള കൃപ നൽകണമേ. മറ്റൊന്നിലേക്ക് നോട്ടം തിരിയാതെ, ക്രിസ്തു 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 എന്ന വെളിപ്പാടിൽ മുമ്പോട്ട് പോവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ. ഇവിടെ ഇരിക്കുന്ന ജനത്തിന് വേണ്ടിയാണ് വീണ്ടും പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തു എന്ന ആ വെളിപ്പാടിൽ, ക്രിസ്തുവിൽ ലഭിക്കുന്ന പൊസിഷനിൽ, ക്രിസ്തുവിൽ ലഭിക്കുന്ന അംഗീകാരത്തിൽ, ബഹുമാനത്തിൽ, ആമേൻ, അതിൽ മുൻപോട്ട് പോകുവാൻ ആവശ്യമായ ഒരു ദൈവ കൃപ ഇവരുടെ മേൽ പകരണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.